ഹായ്. ഓഡിയോ സ്ലൈഡ് ക്ലിയർ ആണോ എന്ന് നോക്കിയിട്ട് പറയണേ. ആദ്യം ഓഡിയോ ഓക്കെ അല്ലേ എന്ന് പറയണം കേട്ടോ. ഓക്കെ അല്ലേ? ഹായ്, എല്ലാവരും ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ, ഒന്ന് വെയിറ്റ് ചെയ്തേക്കാം. അപ്പൊ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കേരളത്തിലെ കൃഷി. ഓക്കെ, കേരളത്തിലെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാർഷിക രംഗവുമായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ഫാക്റ്റുകൾ ഉണ്ട്. അതാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കേരളത്തിലെ കാർഷിക രംഗവുമായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആ ഫാക്റ്റുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കേരളത്തിലെ പ്രധാന കൃഷികൾ ഓരോന്നായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സോ അത് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടി വരിക കേരളത്തിലെ നെൽകൃഷിയെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ കേരളത്തിലെ നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കേരളത്തിലെ നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫാക്റ്റുകൾ ഏതൊക്കെയാണ്? അപ്പൊ കേരളത്തില് ഏതൊക്കെ രീതിയിലുള്ള നെൽകൃഷികളുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള നെൽകൃഷികളുണ്ട് എന്നാണ് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഏതൊക്കെയാണ്? വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച. ഓക്കെ, ഏതൊക്കെയാണ് കേരളത്തിലെ പ്രധാന നെൽകൃഷി രീതികളാണ്? ഏതൊക്കെയാണ്? വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവയാണ് കേരളത്തിലെ പ്രധാന നെൽകൃഷി രീതികൾ. അതില് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യമുള്ള നെൽകൃഷി ഇതിൽ മുണ്ടകനാണ്. അപ്പം വിരിപ്പും മുണ്ടകനും പുഞ്ചയും ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള നെൽകൃഷി രീതി എന്ന് പറയുന്നത് ഏതാണ്? ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രാമുഖ്യമുള്ളത് ഏതാണ്? മുണ്ടകനാണ്. ദെൻ പുഞ്ച കൃഷിക്കാലത്ത് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ഏത് കാലഘട്ടത്തിലാണ്? പുഞ്ചകൃഷിയുടെ കാലഘട്ടത്തിൽ. അപ്പൊ വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച. അതില് പുഞ്ചകൃഷിയുടെ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് ആലപ്പുഴ. എന്നാൽ വിരിപ്പും മുണ്ടകനും വരുന്ന സമയത്ത് പുഞ്ചയുടെ കാര്യത്തിലാണ് ആലപ്പുഴ എന്നുണ്ടെങ്കിൽ വിരിപ്പിന്റെയും മുണ്ടകന്റെയും കാര്യം എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ആ കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. ദെൻ കേരളത്തില് ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെയും ഉത്തരം വരുന്നത് ഏതാണ്? പാലക്കാടാണ്. ഓക്കെ, അപ്പൊ ഇത് മറക്കരുത് കേട്ടോ. അപ്പൊ കേരളത്തില് വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവയാണ് കേരളത്തിലെ പ്രധാന നെൽകൃഷി രീതികൾ. ഏതൊക്കെയാണ് കേരളത്തിലെ പ്രധാന നെൽകൃഷി രീതികൾ? ഏതൊക്കെയാ എന്ന് ചോദിച്ചാൽ മറക്കണ്ട. ഏതൊക്കെയാണ്? വിരിപ്പുണ്ട്, മുണ്ടകനുണ്ട്, പുഞ്ചയുണ്ട്. ദെൻ അതില് കേരളത്തില് ഏറ്റവും പ്രാമുഖ്യമുള്ള നെൽകൃഷിയാണ് ഏതാണ്? മുണ്ടകനാണ്. ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള നെൽകൃഷി രീതി മുണ്ടകനാണ്. ദെൻ പുഞ്ച കൃഷിക്കാലത്ത് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ. ദെൻ വിരിപ്പ്, മുണ്ടകൻ എന്നീ കൃഷിക്കാലത്ത് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല പാലക്കാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ലയും ഏത് തന്നെയാണ്? പാലക്കാട് തന്നെയാണ്. ഓക്കെ, ദെൻ ഇനി നെൽകൃഷിയില് ഉൽപാദനക്ഷമതയില് ഒന്നും രണ്ടും സ്ഥാനങ്ങൾ ഉള്ളത് തൃശ്ശൂരും മലപ്പുറവുമാണ്. അതിന്റെ അർത്ഥം ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ജില്ലകളാണ് തൃശ്ശൂർ, മലപ്പുറം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നെല്ല് ഉൽപാദന ക്ഷമതയുടെ കാര്യത്തിൽ, ഓക്കെ, നെല്ല് ഉൽപാദന ക്ഷമതയുടെ കാര്യത്തിൽ ആണ് ഏത്? നെൽകൃഷി ഉൽപാദന ക്ഷമതയുടെ കാര്യത്തിൽ ഒന്നും രണ്ടും സ്ഥാനം. ഓക്കെ, ഉൽപാദന ക്ഷമതയുടെ കാര്യത്തിലാണ് ഒന്നും രണ്ടും സ്ഥാനം ഏതാണ്? തൃശ്ശൂർ, മലപ്പുറം ജില്ലകൾക്കുള്ളത്. ഓക്കെ, ദെൻ താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ്. ഓക്കെ, അപ്പൊ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണായിട്ട് പറയുന്നത്? നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് എന്ന് പറയുന്നത് ഏതാണ്? താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണാണ്. താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണായിട്ട് പറയുന്നത്. ദെൻ ഏറ്റവും അനുയോജ്യമായ താപനില
നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ താപനില എന്ന് പറയുന്നത് ഏതാണ്? നെൽകൃഷിക്ക് 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. ഓക്കെ, 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് നെൽകൃഷിക്ക് ആവശ്യമായ താപനില. എത്രയാണ് നെൽകൃഷിക്ക് ആവശ്യമായ താപനില എന്ന് ചോദിച്ചാൽ എത്രയാണ്? 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് നെൽകൃഷിക്ക് ആവശ്യമായ താപനില. ദെൻ പടുവം എന്നറിയപ്പെടുന്ന നെൽ വയലുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ജില്ലയാണ് ഏതാണ്? തിരുവനന്തപുരം. എന്ത് പേരിലാണ്? പടുവം. ഓക്കെ, പടുവം എന്നറിയപ്പെടുന്ന നെൽ വയലുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ്. പടുവം എന്നറിയപ്പെടുന്ന നെൽ വയലുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ജില്ലയാണ് ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ്. ദെൻ കേരളത്തില് നെല്ല് ഉൽപാദനത്തില് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ലയാണ് പാലക്കാട്. ഓക്കെ, കേരളത്തിൽ നെല്ല് ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് പാലക്കാടാണ്. അപ്പോൾ നെൽകൃഷി ഉൽപാദനക്ഷമതയിൽ 1ാം സ്ഥാനത്ത് തൃശ്ശൂര്, 2ാം സ്ഥാനത്ത് മലപ്പുറം. അതിന്റെ അർത്ഥം നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നു എന്നല്ല. ദെൻ താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണാണ്. ഓക്കെ, താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത്. 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് നെൽകൃഷിക്ക് ആവശ്യമായ താപനില. ദെൻ പടുവം എന്നറിയപ്പെടുന്ന നെൽ വയലുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ജില്ലയാണ് ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിൽ നെല്ല് ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ് കേരളത്തിൽ നെല്ല് ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോൾ നിലങ്ങളുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ കോൾ നിലങ്ങളുള്ള ജില്ലയാണ് തൃശ്ശൂർ. കോൾ നിലങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സമുദ്രനിരപ്പിനേക്കാളും താഴ്ന്ന് നിൽക്കുന്ന കൃഷി ഇടങ്ങളെയാണ് നമ്മൾ ആക്ച്വലി കോൾ നിലങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തില് കോൾ നിലങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജില്ല ഏതാണ്? കേരളത്തില് കോൾ നിലങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കോൾ നിലങ്ങൾ കാണപ്പെടുന്നത്. കോൾപാടങ്ങളിൽ നടത്തുന്ന നെൽകൃഷിയാണ് പൊക്കാളി എന്ന് പറയുന്ന നെൽകൃഷിയാണ്. അപ്പൊ ഈ കോൾപാടങ്ങളിൽ നടത്തുന്നത് ഏത് തരത്തിലുള്ള നെൽകൃഷിയാണ്? പൊക്കാളി എന്ന നെൽകൃഷിയാണ് കോൾപാടങ്ങളിൽ നടത്തുന്നത്. വെള്ളക്കെട്ടിനെയും അതുപോലെ തന്നെ അമ്ലതയെയും അതിജീവിക്കാൻ കഴിവുള്ള നെല്ലിനമാണ് ഈ പൊക്കാളി എന്ന് പറയുന്ന നെല്ലിനം. അപ്പൊ ഈ പൊക്കാളി എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? കോൾപാടങ്ങളിലാണ്. എന്താണ് പൊക്കാളിയുടെ പ്രത്യേകത? വെള്ളക്കെട്ടിനെയും അമ്ലതയെയും അതിജീവിക്കാൻ കഴിവുള്ള നെല്ലിനമാണ് ഏത്? പൊക്കാളി എന്ന് പറയുന്ന ഈ ഒരു നെല്ലിനം. കൈപ്പാട് പാടങ്ങൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ജില്ലകളാണ് കണ്ണൂര്, കാസർഗോഡ്, കോഴിക്കോട് എന്നീ ജില്ലകളാണ്. ഓക്കെ, ഈ കൈപ്പാട് പാടങ്ങളിലെ നെൽകൃഷിക്ക് വികസിപ്പിച്ചെടുത്ത ഒരു നെല്ലുണ്ട്, അതാണ് ഏഴോം എന്ന് പറയുന്ന നെല്ലിനമാണ്. അപ്പൊ ഇവിടെ നമ്മൾ പൊക്കാളിയെ കുറിച്ചും ഏഴോമിനെ കുറിച്ചും അതുപോലെ തന്നെ കൈപ്പാട് പാടങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ കോൾ നിലങ്ങളെ കുറിച്ചുമാണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കേരളത്തില് കോൾ നിലങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന തൃശ്ശൂരാണ്. കോൾ നിലങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന നെല്ലിനമാണ് ഏതാണ്? പൊക്കാളി. ദെൻ വെള്ളക്കെട്ടിനെയും അമ്ലതയെയും അതിജീവിക്കാൻ കഴിവുള്ള ഒരു നെല്ലിനമാണ് ഈ പൊക്കാളി എന്ന് പറയുന്ന നെല്ലിനം. കൈപ്പാട് പാടങ്ങൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ജില്ലകളാണ് കണ്ണൂര്, കാസർഗോഡ്, കോഴിക്കോട് എന്നീ ജില്ലകളാണ്. കൈപ്പാട് പാടങ്ങളിലെ നെൽകൃഷിക്ക് വികസിപ്പിച്ചെടുത്ത നെല്ലിനമാണ് ഏതാണ്? ഏഴോം എന്ന് പറയുന്ന നെല്ലിനമാണ്. ദെൻ ഇനി നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ്? വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച അല്ലെ? ഓർമ്മയില്ല? ആദ്യം നമ്മൾ പറഞ്ഞ ഈ വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച. അപ്പൊ ഈ വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാണ്. ചെറിയ ചെറിയ പോയിന്റ്സേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വിരിപ്പാണ്. എന്താണ് വിരിപ്പ്? 1ാം വിള എന്നും അതുപോലെ തന്നെ ശരത് കാല വിളകൾ എന്നുമൊക്കെയാണ് ഏത് അറിയപ്പെടുന്നത്? വിരിപ്പ്. ഓക്കെ, ഒരു നെൽക്കാല കൃഷിയാണ് ഏതാണ്? വിരിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ വിരിപ്പ് അറിയപ്പെടുന്ന മറ്റു ഓൾട്ടർനേറ്റീവ് നെയിമുകളാണ് 1ാം വിള എന്നും ശരത് കാല വിളകൾ എന്നുമാണ് ഇത് അറിയപ്പെടുന്നത്. ദെൻ അതിന്റെ കൂടെ അറിഞ്ഞിരിക്കേണ്ടത് ഇത് വിളവിറക്കുന്ന മാസം ഏതാണ്, അതുപോലെ തന്നെ വിളവ് എടുക്കുന്ന മാസം ഏതാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത് വിളവ് ഇറക്കുന്ന മാസം ഏതാണ്? ഏത് മാസമാണ് ഇത് വിളവിറക്കുന്നത്? വിളവിറക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ഓക്കെ, ഏത് മാസമാണ് ഇത് വിളവിറക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇത് വിളവിറക്കുന്നത്. ദെൻ വിളവെടുക്കുന്നതാവട്ടെ സെപ്റ്റംബർ ജനുവരി മാസങ്ങളിലാണ്. ഓക്കെ, ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിളവിറക്കി സെപ്റ്റംബർ ജനുവരി മാസങ്ങളിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? വിളവെടുക്കുന്നത്. അപ്പോ വിരിപ്പാണ് 1ാം വിള. ശരത്കാല വിളകൾ എന്നും അല്ലെങ്കിൽ ഖാരിഫ് വിളകൾ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ശരത്കാല വിളകൾ എന്നും ഖാരിഫ് വിളകൾ എന്നും വിരിപ്പിനെ അറിയപ്പെടുന്നുണ്ട്. ഇത്
വിളവിറക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലും വിളവെടുക്കുന്നത് സെപ്റ്റംബർ ജനുവരി മാസങ്ങളിലുമാണ് ഇത് വിളവെടുക്കുന്നത്. പിന്നെ വരുന്നതാണ് ഏതാണ്? മുണ്ടകൻ. ഓക്കെ, മുണ്ടകൻ രണ്ടാം വിള എന്നാണ് മുണ്ടകൻ അറിയപ്പെടുന്നത്. ഓക്കെ, മുണ്ടകൻ അറിയപ്പെടുന്നത് എന്താണ്? രണ്ടാം വിള എന്നാണ് അറിയപ്പെടുന്നത്. ശീതകാല കൃഷി എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. മുണ്ടകൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഏതാണ്? ശീതകാല കൃഷി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വിളവിറക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. ഏത്? മുണ്ടകൻ വിളവിറക്കുന്ന കാലഘട്ടം. മുണ്ടകൻ വിളവിറക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ്? സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. ഇത് വിളവെടുക്കുന്നതാവട്ടെ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇത് വിളവെടുക്കുകയും ചെയ്യും. ദെൻ മൂന്നാമത് വരുന്നത് ഏതാണ്? നമ്മുടെ പുഞ്ചയാണ്. പുഞ്ച. ഓക്കെ, മൂന്നാമത് വരുന്നത് ഏതാണ്? പുഞ്ചയാണ് മൂന്നാമത് വരുന്നത്. അപ്പൊ പുഞ്ചയുടെ കാര്യം എന്താണ്? മൂന്നാം വിള എന്നും വേനൽക്കാല കൃഷി എന്നുമൊക്കെയാണ് ഏത് അറിയപ്പെടുന്നത്? പുഞ്ച അറിയപ്പെടുന്നത്. മൂന്നാം വിള എന്നും വേനൽക്കാല കൃഷി എന്നുമൊക്കെയാണ് ഏത് അറിയപ്പെടുന്നത്? പുഞ്ച അറിയപ്പെടുന്നത്. ഇത് വിളവിറക്കുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിലും വിളവെടുക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലുമാണ്. ഓക്കെ, ഏതാണ്? വേനൽക്കാല കൃഷി എന്നറിയപ്പെടുന്ന പുഞ്ച മൂന്നാം വിള എന്ന് അറിയപ്പെടുന്നു. വിളവിറക്കുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിലും വിളവെടുക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലുമാണ്. അപ്പൊ ഇത് മറക്കണ്ട കേട്ടോ. ഇത് മൂന്നും ഏതൊക്കെയാണ്? വിരിപ്പ് ഒന്നാം വിള, ശരത്കാല വിളകൾ എന്നും ഖാരിഫ് വിളകൾ എന്നും അറിയപ്പെടുന്നു. വിളവിറക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. വിളവെടുക്കുന്നത് സെപ്റ്റംബർ ജനുവരിയിലാണ്. ദെൻ മുണ്ടകൻ രണ്ടാം വിള എന്നറിയപ്പെടുന്നു. ശീതകാല കൃഷി എന്നറിയപ്പെടുന്നുണ്ട്. വിളവിറക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും വിളവെടുക്കുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിലും. അപ്പോൾ പുഞ്ച മൂന്നാം വിള, വേനൽക്കാല കൃഷി എന്നറിയപ്പെടുന്നു. ഡിസംബർ ജനുവരി മാസങ്ങളിൽ വിളവിറക്കി ദെൻ മാർച്ച് ഏപ്രിൽ മാസത്തിൽ വിളവെടുക്കുന്നു. ഇതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ദെൻ കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ലിനങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ലിനങ്ങളായിട്ട് പറയുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ലിനങ്ങളാണ് അന്നപൂർണ, രോഹിണി, ത്രിവേണി, ജ്യോതി, സ്വർണപ്രഭ, കൈരളി, കാർത്തിക, അരുണ, രേവതി, ഓണം, വർഷ, ചിങ്ങം, ജയ, ശബരി, പവിഴം, വൈറ്റില 1, നിള, വൈറ്റില 2, കൊട്ടാരക്കര 1, വെള്ളപ്പൊന്നി എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ലിനങ്ങൾ. ഇത് മാത്രമല്ല കേട്ടോ, ഇത് മാത്രമേ നെല്ലിനങ്ങൾ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. ഇതിപ്പോ പ്രധാനപ്പെട്ട നെല്ലിനങ്ങൾ മാത്രമാണ് പറയുന്നത്. ഓക്കെ, അപ്പോ കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ലിനങ്ങളാണ് ഏതൊക്കെയാണ്? കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ലിനങ്ങളായിട്ട് പറയുന്നത് അന്നപൂർണയുണ്ട്, രോഹിണി, ത്രിവേണി, ജ്യോതി, ദെൻ അതുപോലെ തന്നെ സ്വർണപ്രഭ, കൈരളി, കാർത്തിക, അരുണ, രേവതി, ഓണം, വർഷ, ചിങ്ങം, ജയ, ശബരി, പവിഴം, വൈറ്റില 1, നിള, വൈറ്റില 2, കൊട്ടാരക്കര, വെള്ളപ്പൊന്നി. ഇതൊക്കെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ലിനങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ലിനങ്ങളാണ് ഇവയെല്ലാം. ദെൻ അതുപോലെ തന്നെ പിന്നെ ഓർത്തു വെക്കേണ്ടത് കേരളത്തിലെ ഔഷധ നെല്ലിനങ്ങൾ. ഓക്കെ, ഏതൊക്കെയാണ് കേരളത്തിലെ ഔഷധ നെല്ലിനങ്ങൾ എന്ന് ഓർത്തു വെക്കുക. ഏതൊക്കെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഔഷധ നെല്ലിനങ്ങളായിട്ട് പറയുന്നത്? കേരളത്തിലെ പ്രധാന ഔഷധ നെല്ലിനങ്ങളാണ് ഗന്ധകശാല, ജീരകശാല, നവര, ചെന്നല്ല്, കവുങ്ങിൻ പൂത്താല, കയാമ, വെളുമ്പല, ചൊമല, പൂക്കിലത്തരി എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഔഷധ നെല്ലിനങ്ങൾ. ഏതൊക്കെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഔഷധ നെല്ലിനങ്ങൾ എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഗന്ധകശാല, ജീരകശാല, നവര, ചെന്നല്ല്, കവുങ്ങിൻ പൂത്താല, കയാമ, വെളുമ്പല, ചൊമല, പൂക്കിലത്തരി എന്നിവയാണ്. ഇതൊക്കെ PDF അതുപോലെ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ദെൻ പിന്നെ വരുന്നത് നമുക്ക് കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഔഷധ ഗുണമുള്ള ഒരു നെല്ലിനമാണ് നവര അരി. നിങ്ങളൊക്കെ പണ്ട് മുതലേ കേട്ടിട്ടുണ്ടാവും നവരയുടെയാണ് എന്നൊക്കെ പറയുന്ന. അപ്പൊ എന്താണ് നവര അരിയുടെ പ്രത്യേകത? എന്താണ് നവര അരി എന്ന് പറയുന്നത്? കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഔഷധ ഗുണമുള്ള കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഔഷധ ഗുണമുള്ള നെല്ലിനമാണ് ഏതാണ്? നവര അരി എന്ന് പറയുന്നത്. ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ നെല്ലിനമാണ് ഈ നവര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നവര ചില്ലറക്കാരനല്ല, ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ള ഭൗമ സൂചിക പദവി ലഭിച്ച കേരളത്തിലെ നെല്ലിനമാണ് ഏതാണ്? നവര അരിക്ക് ഭൗമസൂചിക പദവി. നവര അരിക്ക് ഭൗമസൂചിക പദവിയുണ്ട്. ദെൻ നഗര, നമര,
നഗരപുഞ്ച എന്നീ പേരുകളിലും ഈ നവര അരി അറിയപ്പെടുന്നുണ്ട്. നവര അരി അറിയപ്പെടുന്ന മറ്റു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പേരുകളാണ് ഏതൊക്കെയാണ്? നഗര, നമര, നഗരപുഞ്ച. ഓക്കെ, നഗര, നമര, നഗരപുഞ്ച എന്നീ പേരുകളിലും അറിയപ്പെടുന്ന നെല്ലിനമാണ് ഏതാണ്? ഈ നവര അരി എന്ന് പറയുന്ന നെല്ലിനം. ദെൻ അർബുദത്തെ പ്രതിരോധിക്കുന്ന പ്രോട്ടീനുകളോട് ഏറെ സാമ്യമുള്ള ജീനുകൾ കാണപ്പെടുന്ന അരിയാണ് ഈ നവര അരി എന്ന് പറയുന്നത്. അപ്പൊ ഈ നവര അരി എന്ന് പറയുന്നത് എന്താണ്? അർബുദത്തെ പ്രതിരോധിക്കുന്ന പ്രോട്ടീനുകളോട് ഏറെ സാമ്യമുള്ള ജീനുകൾ കാണപ്പെടുന്ന അരിയാണ് ഏതാണ്? നവര അരി. അപ്പൊ കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഔഷധ ഗുണമുള്ള നെല്ലിനമാണ് നവര അരി. ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ നെല്ലിനമാണ് ഏതാണ്? നവര അരി എന്ന് പറയുന്നത്. നഗര, നമര, നഗരപുഞ്ച എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നെല്ലിനമാണ് ഏതാണ്? നവര അരി എന്ന് പറയുന്ന നെല്ലിനം. ദെൻ അർബുദത്തെ പ്രതിരോധിക്കുന്ന പ്രോട്ടീനുകളോട് ഏറെ സാമ്യമുള്ള ജീനുകൾ കാണപ്പെടുന്ന അരിയാണ് ഏതാണ്? നവര അരി എന്നത് കേട്ടോ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ വയനാട്ടില് വിളയുന്ന സുഗന്ധ നെല്ലിനങ്ങൾ ഏതൊക്കെയാണ്? വയനാട്ടില് വിളയുന്ന സുഗന്ധ നെല്ലിനങ്ങളാണ് ജീരകശാലയും അതുപോലെ തന്നെ ഗന്ധകശാലയുമാണ്. വയനാട്ടില് വിളയുന്ന സുഗന്ധ നെല്ലിനങ്ങളാണ് ഏതൊക്കെയാണ്? സുഗന്ധ നെല്ലിനങ്ങൾ ഏതൊക്കെയാണ്? ജീരകശാലയും അതുപോലെ തന്നെ ഗന്ധകശാലയുമാണ്. ഇതില് ചന്ദനത്തിന്റെ സുഗന്ധമുള്ള നെല്ലിനമാണ് ഏതാണ്? ഗന്ധകശാല. ഏതിന്റെയാണ്? ചന്ദനത്തിന്റെ സുഗന്ധമുള്ള നെല്ലിനം ഏതാണ്? ഗന്ധകശാലയാണ്. ചന്ദനത്തിന്റെ സുഗന്ധമുള്ള നെല്ലിനമാണ് ഗന്ധകശാല. ദെൻ സുഗന്ധ നെല്ലിനങ്ങൾ വിളയിക്കുന്ന പ്രദേശങ്ങളാണ് വയനാട്ടിലെ ചേകാടി, തിരുനെല്ലി എന്നീ പ്രദേശങ്ങളൊക്കെ. അപ്പൊ വയനാട്ടിലാണ് ഈ സുഗന്ധ നെല്ലിനങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞപ്പോൾ വയനാട്ടിൽ എവിടെയാണ് ഈ സുഗന്ധ നെല്ലിനങ്ങൾ ഉണ്ടാകുന്നത്? വയനാട്ടിൽ എവിടെയാണ് ഈ സുഗന്ധ നെല്ലിനങ്ങൾ ഉണ്ടാകുന്നത്? ചേകാടി, തിരുനെല്ലി എന്നീ പ്രദേശങ്ങളിലാണ് വയനാട്ടിലെ സുഗന്ധ നെല്ലിനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, ദെൻ അതുപോലെ തന്നെ കേരളത്തില് ഉപ്പിന്റെ അംശമുള്ള പ്രദേശങ്ങളില് അല്ലെങ്കിൽ ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളില് കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനമാണ് ഏതാണ്? ഏഴോം എന്ന് പറയുന്ന നെല്ലിനം. നമ്മൾ നേരത്തെ പറഞ്ഞു കൈപ്പാട് പാടങ്ങളിൽ ചെയ്യുന്ന നെല്ലിനമാണ് ഏതാണ്? ഏഴോമാണ്. അപ്പൊ കേരളത്തിൽ ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനമാണ് ഏതാണ്? ഏഴോം എന്ന് പറയുന്ന നെല്ലിനം. ദെൻ വെള്ളക്കെട്ടുള്ള ഇടങ്ങളിൽ കേരളത്തിൽ കൃഷി ചെയ്യുന്ന നെല്ലിനമാണ് കവുങ്ങിൻ പൂത്താല എന്ന നെല്ലിനമാണ്. വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ, ഓക്കെ, വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ കേരളത്തിൽ കൃഷി ചെയ്യുന്ന നെല്ലിനമാണ് ഏതാണ്? കവുങ്ങിൻ പൂത്താല എന്ന് പറയുന്ന നെല്ലിനമാണ്. ദെൻ വൈറ്റമിൻ എ, ഓക്കെ, വൈറ്റമിൻ എ സമ്പുഷ്ടമായ നെല്ലിനമാണ് ഗോൾഡൻ റൈസ്. ഓക്കെ, വൈറ്റമിൻ എ നമുക്കറിയാം കണ്ണിന്റെ കാഴ്ചകൾക്കൊക്കെ വളരെയധികം ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ എ എന്താണ്? സമ്പുഷ്ടമായ ഒരു നെല്ലിനമുണ്ട്. വൈറ്റമിൻ എ സമ്പുഷ്ടമായ നെല്ലിനമാണ് ഏതാണ്? നമ്മുടെ ഗോൾഡൻ റൈസ് ആണ് ഏത്? വൈറ്റമിൻ എ സമ്പുഷ്ടമായ നെല്ലിനമായിട്ട് പറയുന്നത് ഏതിനെയാണ്? ഗോൾഡൻ റൈസ് ആണ്. ദെൻ മലപ്പുറം ചേലാപ്പറമ്പത്ത് ശശിധരൻ, ഓക്കെ, മലപ്പുറം ചേലാപ്പറമ്പത്ത് ശശിധരൻ എന്ന കർഷകൻ വികസിപ്പിച്ചെടുത്ത നെൽവിത്തിന്റെ പേരാണ് ഗോപിക. ഓക്കെ, എന്താണ് ആ നെൽവിത്തിന്റെ പേര്? എന്താണ്? ഗോപിക എന്നാണ് കേട്ടോ. മലപ്പുറം ചേലാപ്പറമ്പത്ത് ശശിധരൻ എന്ന കർഷകൻ വികസിപ്പിച്ചെടുത്ത നെൽവിത്തിന്റെ പേര് എന്താണ്? ഗോപിക എന്നാണ് ഈ നെൽവിത്ത്. അപ്പൊ കേരളത്തിൽ ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനമാണ് ഏഴോം. വെള്ളക്കെട്ടുള്ള ഇടങ്ങളിൽ കേരളത്തിൽ കൃഷി ചെയ്യുന്ന നെല്ലിനമാണ് കവുങ്ങിൻ പൂത്താല. ദെൻ വൈറ്റമിൻ എ സമ്പുഷ്ടമായ നെല്ലിനമാണ് ഗോൾഡൻ റൈസ്. മലപ്പുറം ചേലാപ്പറമ്പത്ത് ശശിധരൻ എന്ന കർഷകൻ വികസിപ്പിച്ചെടുത്ത നെൽവിത്താണ് ഏതാണ്? ഗോപിക എന്ന് പറയുന്ന നെൽവിത്താണ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ നമുക്ക് കേരളത്തിലെ നെൽകൃഷിയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും വിട്ടുകളയാൻ പാടില്ലാത്ത രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഒന്ന് ചെറുവയൽ രാമൻ, ഇദ്ദേഹമാണ് ചെറുവയൽ രാമൻ. രണ്ട് സത്യനാരായണ ബലേരി. ഓക്കെ, ചെറുവയൽ രാമനെ കഴിഞ്ഞ വർഷവും സത്യനാരായണ ബലേരിയെ ഈ വർഷവുമായിരിക്കും ചില ആളുകളൊക്കെ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നേരത്തെ കേട്ടവരും ഉണ്ടാവും. എങ്കിലും ആരാണ് ചെറുവയൽ രാമൻ, ആരാണ് സത്യനാരായണ ബലേരി എന്ന് നമുക്കൊന്ന് ക്വിക്കായിട്ടൊന്ന് നോക്കിയെടുക്കാം. ഓക്കെ, ആരാണ് ചെറുവയൽ രാമൻ? ചെറുവയൽ രാമന് അപൂർവ ഇനം വിത്തുകളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ജൈവ കർഷകനാണ് ചെറുവയൽ രാമൻ. ഓക്കെ, ആരാണ് ചെറുവയൽ രാമൻ? ആരാണ്? അപൂർവ ഇനം വിത്തുകളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ജൈവ കർഷകനാണ്. ആരാണ്? ചെറുവയൽ രാമനാണ്. വയനാടിന്റെ നെല്ലച്ചൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. സോ സ്വാഭാവികമായിട്ട് അതിൽ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ നാട് എവിടെയാണ്? വയനാടാണ്. വയനാടിന്റെ നെല്ലച്ചൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ചെറുവയൽ രാമൻ. 50-ൽ പരം
അപൂർവം നെൽവിത്തുകൾ ഉപയോഗിച്ചാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത്. ആര്? ചെറുവയൽ രാമൻ. ചെറുവയൽ രാമൻ കൃഷി ചെയ്യുന്നത് 50-ൽ പരം അപൂർവം നെൽവിത്തുകൾ ഉപയോഗിച്ചാണ് ആര് കൃഷി ചെയ്യുന്നത്? ചെറുവയൽ രാമൻ കൃഷി ചെയ്യുന്നത്. ദെൻ 2023 പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ചെറുവയൽ രാമനാണ്. ഓക്കെ, ഏത് വർഷമാണ്? 2023 കേട്ടോ. 2023 പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ചെറുവയൽ രാമനാണ്. ദെൻ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏത് വർഷം? 2023. അപ്പൊ 2023 പത്മശ്രീ പുരസ്കാരവും ഉണ്ട്. അതുപോലെ തന്നെ 2023 സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരവും ചെറുവയൽ രാമനുണ്ട്. കഴിഞ്ഞില്ല, 2023 വയോസേവന പുരസ്കാരത്തില് ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരവും നേടിയിട്ടുള്ള വ്യക്തിയാണ് ചെറുവയൽ രാമൻ. അപ്പൊ ചെറുവയൽ രാമൻ ഇനി മറക്കണ്ട, ആരാണ്? അപൂർവ ഇനം വിത്തുകളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന, വയനാടിന്റെ നെല്ലച്ചൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ചെറുവയൽ രാമൻ. 50-ൽ പരം അപൂർവ വിത്തുകൾ ഉപയോഗിച്ചാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത്. 2023 പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ചെറുവയൽ രാമന്. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം 2023 ലഭിച്ചിട്ടുള്ളത് ചെറുവയൽ രാമനാണ്. 2023 വയോസേവന പുരസ്കാരത്തില് ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയിട്ടുള്ള വ്യക്തിയും ആര് തന്നെയാണ്? ചെറുവയൽ രാമൻ തന്നെയാണ്. ഓക്കെ, ദെൻ പിന്നെ വരുന്നു സത്യനാരായണ ബലേരി. ഓക്കെ, ആരാണ്? സത്യനാരായണ ബലേരിയാണ്. എവിടെയാണ് സത്യനാരായണ ബലേരിയുടെ നാട്? കാസർഗോഡാണ്. ഓക്കെ, കാസർഗോഡുള്ള നെൽ കർഷകനാണ്. കാസർഗോഡ് ജില്ലയിലെ അല്ലെങ്കിൽ കാസർഗോഡുള്ള നെൽ കർഷകനാണ് ആരാണ്? സത്യനാരായണ ബലേരി. ഓക്കെ, അപ്പൊ ആരാണ് സത്യനാരായണ ബലേരി എന്ന് ചോദിച്ചാൽ കാസർഗോഡുള്ള നെൽ കർഷകനാണ് ആരാണ്? സത്യനാരായണ ബലേരി. 650-ലധികം പരമ്പരാഗത നെല്ല് വിത്തിനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നെൽകൃഷിയുടെ സംരക്ഷകൻ എന്ന ഖ്യാതി നേടിയിട്ടുള്ള വ്യക്തിയാണ് സത്യനാരായണ ബലേരി. എത്ര വിത്തിനങ്ങളാണ്? 650-ലധികം പരമ്പരാഗത നെല്ല് വിത്തിനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നെൽകൃഷിയുടെ സംരക്ഷകൻ എന്ന ഖ്യാതി നേടിയിട്ടുള്ള വ്യക്തിയാണ് ആരാണ്? സത്യനാരായണ ബലേരിയാണ്. ദെൻ രാജകായമേ എന്ന അരി അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് സത്യനാരായണ ബലേരി. ഇദ്ദേഹത്തിന് 2023 പത്മശ്രീ പുരസ്കാരം നൽകി രാജ്യം ഇദ്ദേഹത്തെ ആചരിച്ചിട്ടുണ്ട്. അപ്പൊ സത്യനാരായണ ബലേരിയും ചെറുവയൽ രാമനും. അപ്പൊ ചെറുവയൽ രാമൻ തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞു. ദെൻ സത്യനാരായണ ബലേരി, കാസർഗോഡുള്ള നെൽ കർഷകനാണ് സത്യനാരായണ ബലേരി. 650-ലധികം പരമ്പരാഗത നെല്ല് വിത്തിനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നെൽകൃഷിയുടെ സംരക്ഷകൻ എന്ന ഖ്യാതി നേടിയിട്ടുള്ള വ്യക്തിയാണ് സത്യനാരായണ ബലേരിയാണ്. രാജകായമേ എന്ന അരി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന സത്യനാരായണ ബലേരിയാണ്. പത്മശ്രീ പുരസ്കാരം നേടിയിട്ടുള്ള വ്യക്തിയാണ്. ഇദ്ദേഹം പത്മശ്രീ പുരസ്കാരം നേടിയത് ഏത് വർഷമാണ്? 2024 ഇദ്ദേഹം പത്മശ്രീ പുരസ്കാരം നേടിയിട്ടുള്ളത്. ക്ലിയർ ആണോ? ഇതാണ് കേരളത്തിലെ നെൽകൃഷി. കേരളത്തിലെ നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടുകൾ ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞോ, നമുക്ക് തെങ്ങിലേക്ക് പോവാം. അപ്പൊ ആദ്യം നിങ്ങൾ പറ, കേരളത്തിലെ നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഫാക്ടുകൾ ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ നമ്മൾ നേരെ പോകുന്നു തെങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടുകളിലേക്ക്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് തെങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അറിയാവുന്ന ഫാക്ടുകളൊക്കെ ഒന്ന് പറഞ്ഞേ. നമ്മൾ ഒരു ഇടവേളയ്ക്ക് ശേഷമല്ല, ആദ്യമായിട്ട് ഇന്ററാക്റ്റീവ് പാനൽ ഉപയോഗിച്ചതാണ്. അപ്പോൾ ഇന്ററാക്റ്റീവ് പാനൽ തുടക്കത്തിൽ ചെറിയ, എനിക്ക് തോന്നുന്നു, ഫോക്കസിങ്ങിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. നോട്ടൊക്കെ കാണാൻ തുടക്കത്തിൽ അതിന്റെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ട്. ഇപ്പൊ ക്ലിയർ ആയി തോന്നുന്നു അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആയിട്ട് ഇപ്പൊ കാണാനൊക്കെ പറ്റുന്നില്ലേ? തുടക്കത്തിൽ 2-3 സ്ലൈഡ് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്, പിന്നെ ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് തോന്നുന്നു. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ പറ, എന്താണ് തെങ്ങ്? തെങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടുകൾ പറഞ്ഞോ. എന്തൊക്കെ കാര്യങ്ങൾ അറിയാം തെങ്ങുമായിട്ട് ബന്ധപ്പെട്ട്?
തെങ്ങ് കൃഷിയുടെ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് 2023 എക്കണോമിക് റിവ്യൂ പ്രകാരം തെങ്ങ് കൃഷിയുടെ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഓക്കെ, അപ്പൊ തെങ്ങ് കൃഷിയുടെ ഉൽപാദനത്തിൽ 2023 എക്കണോമിക് റിവ്യൂ പ്രകാരം ഒന്നാം സ്ഥാനത്ത് ആരാണ്? നമ്മുടെ കേരളമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള നാണ്യവിളയാണ് തെങ്ങ്. കേരളത്തിലെ ആകെ നാണ്യകൃഷിയുടെ അല്ലെങ്കിൽ കൃഷിയുടെ 30% തെങ്ങും, രണ്ടാം സ്ഥാനത്ത് റബ്ബറാണ്, 22% റബ്ബറുമാണ് വരുന്നത്. ഓക്കെ, അപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള നാണ്യവിളയാണ്. നാണ്യവിളയിൽ ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിക്ക് ഉപയോഗിക്കുന്ന തെങ്ങാണ്, 30%. രണ്ടാം സ്ഥാനത്ത് റബ്ബറാണ്, 22% റബ്ബറിന്റെ വരുന്നത്. കേരളത്തില് നാളികേര ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയാണ്. ഓക്കെ, കേരളത്തിലെ നാളികേര ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏതാണ്? കോഴിക്കോടാണ് കേരളത്തിൽ നാളികേര ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല. ദെൻ തെങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏത് എന്ന് ചോദിച്ചാൽ ഉപ്പ് രസമുള്ള എക്കൽ മണ്ണാണ്. ഓക്കെ, തെങ്ങ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്? തെങ്ങ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഉപ്പ് രസമുള്ള എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ്. ദെൻ തെങ്ങ് നടേണ്ട ശരിയായ അകലം എന്ന് പറയുന്നത് 7.5 മീറ്റർ ഇൻറ്റു 7.5 മീറ്റർ ആണ്. അതായത് ഇവിടെ ഒരു തെങ്ങ് നട്ട് കഴിഞ്ഞാൽ ഇതിന്റെ 4 ഭാഗത്തേക്കും അടുത്ത തെങ്ങ് 7.5 മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് അടുത്ത തെങ്ങ് നടാൻ പാടുള്ളൂ. വീണ്ടും 7.5 മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് അടുത്ത തെങ്ങ് നടാൻ പാടുള്ളൂ. ആ രീതിയാണ്. ഓക്കെ, അപ്പൊ തെങ്ങ് നടേണ്ട ശരിയായ അകലം എന്ന് പറയുന്നത് എത്രയാണ്? 7.5 മീറ്റർ ഇൻറ്റു 7.5 മീറ്റർ ആണ്. അപ്പൊ തെങ്ങ് കൃഷിയുടെ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കേരളമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള നാണ്യവിളയാണ് തെങ്ങ്, 30%. ദെൻ രണ്ടാം സ്ഥാനത്ത് റബ്ബർ ഉണ്ട്, 22%. കേരളത്തിൽ നാളികേര ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല കോഴിക്കോടാണ്. ദെൻ തെങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഉപ്പുരസമുള്ള എക്കൽ മണ്ണ്. തെങ്ങ് നടേണ്ട ശരിയായ അകലം എന്ന് പറയുന്നത് 7.5 മീറ്റർ ഇൻറ്റു 7.5 മീറ്റർ ആണ്. ഓക്കെ, ദെൻ ടി ഇൻറ്റു ഡി, ഡി ഇൻറ്റു ടി എന്നീ തെങ്ങുകൾ വികസിപ്പിച്ചെടുത്തത് എവിടെയാണ്? ഇത് സ്ഥിരമായിട്ട് PSC പരീക്ഷകളിൽ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. ടി ഇൻറ്റു ഡിയും ടി ഇൻറ്റു ഡിയും ഈ തെങ്ങുകൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് കാസർഗോഡ് തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിലാണ്. എവിടെയാണ് ഈ തെങ്ങുകൾ? ടി ഇൻറ്റു ഡിയും ഡി ഇൻറ്റു ടിയും, ടി ഇൻറ്റു ഡി, ഡി ഇൻറ്റു ടി എന്ന് പറയുന്ന തെങ്ങുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് എവിടെയാണ്? ഈ തെങ്ങുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് എവിടെയാണ്? കാസർഗോഡ് തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിലാണ് ഈ തെങ്ങുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. തെങ്ങിന്റെ ജനിതക രഹസ്യം കണ്ടുപിടിക്കാൻ പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നത് ഏത് തെങ്ങിനത്തിലാണ്? ചാവക്കാട് പച്ചക്കുള്ളൻ എന്ന തെങ്ങിനത്തിലാണ് കേട്ടോ. തെങ്ങിന്റെ ജനിതക രഹസ്യം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്, തെങ്ങിന്റെ ജനിതക രഹസ്യം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പരീക്ഷണം നടത്തിയ തെങ്ങിനം ഏത് തെങ്ങിലാണ് അതിനുവേണ്ടി പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ ചാവക്കാട് പച്ചക്കുള്ളൻ എന്ന തെങ്ങിലാണ് ഇതിനു വേണ്ടി പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ദെൻ നാളികേരത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പ് ആരംഭിച്ച അല്ലെങ്കിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് കേര ഗ്രാമം പദ്ധതിയാണ്. എന്താണ് കേരഗ്രാമം പദ്ധതി? കേരഗ്രാമം പദ്ധതി എന്താണ്? നാളികേരത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. മറക്കണ്ട. അപ്പൊ നാളികേരത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏതാണ്? കേരഗ്രാമം പദ്ധതിയാണ്. ദെൻ നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം വരുന്നത് കൊച്ചിയിലാണ്. ഓക്കെ, എവിടെയാണ് നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം? എവിടെയാണ്? കൊച്ചിയിലാണ് നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം വരുന്നത്. ദെൻ ഇന്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസിംഗ് കോംപ്ലക്സ് ആറ്റിങ്ങലിലെ മാമത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ആറ്റിങ്ങൽ മാമം എന്ന് പറയുന്ന പ്രദേശത്താണ് ഇന്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസിംഗ് കോംപ്ലക്സ്. അപ്പം ടി ഇൻറ്റു ഡി, ഡി ഇൻറ്റു ടി തെങ്ങുകൾ വികസിപ്പിച്ചെടുത്തത് കാസർഗോഡ് തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ്. തെങ്ങിന്റെ ജനിതക രഹസ്യം കണ്ടുപിടിക്കാൻ പരീക്ഷണം നടത്തിയ തെങ്ങിനമാണ് ചാവക്കാട് പച്ചക്കുള്ളൻ. നാളികേരത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കേരഗ്രാമം പദ്ധതിയാണ്. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം വരുന്നത് കൊച്ചിയിലാണ്. ദെൻ ഇന്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസിംഗ് കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത് ആറ്റിങ്ങലിലെ മാമം. ഓക്കെ, അല്ലെങ്കിൽ മാമം എന്ന പ്രദേശത്താണ്, ആറ്റിങ്ങലിനടുത്തുള്ള മാമം എന്ന പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ,
ദെൻ ലോക നാളികേര ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ലോക നാളികേര ദിനമായിട്ട് ആചരിക്കുന്നത്? സെപ്റ്റംബർ 2-ാം തീയതിയാണ്. ഓക്കെ, എന്നാണ് ലോക നാളികേര ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 2-ാം തീയതിയാണ്. ദെൻ തെങ്ങിന്റെ വിവിധ പ്രധാനപ്പെട്ട ഇനങ്ങളാണ് മലയൻ ഡോർഫ്, കൊച്ചിൻ ചൈന, ലക്ഷദ്വീപ് ഓർഡിനറി, ലക്ഷദ്വീപ് മൈക്രോ. ഇതൊക്കെ പ്രധാന തെങ്ങിനങ്ങളാണ്. അതിന്റെ അർത്ഥം ഇത് മാത്രമേ തെങ്ങിനങ്ങൾ ഉള്ളൂ എന്നല്ല, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതൊക്കെയാണ്? മലയൻ ഡോർഫ്, കൊച്ചിൻ ചൈന, ലക്ഷദ്വീപ് ഓർഡിനറി, ദെൻ ലക്ഷദ്വീപ് മൈക്രോ എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട തെങ്ങ് വിളകൾ. ദെൻ നാളികേര ജൈവ ഉദ്യാനം, കേരളത്തിലെ നാളികേര ജൈവ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിലാണ്. ഓക്കെ, എവിടെയാണ്? നാളികേര ജൈവ ഉദ്യാനം. നാളികേര ജൈവ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലുള്ള കുറ്റ്യാടിയിലാണ് നാളികേര ജൈവ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ദെൻ തെങ്ങിനെ ബാധിക്കുന്ന ഒരു രോഗം ഏതാണ്? തെങ്ങിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് കാറ്റുവീഴ്ച എന്ന് പറയുന്ന രോഗം. ഓക്കെ, ഏതാണ്? തന്നിരിക്കുന്നതിൽ അല്ലെങ്കിൽ തെങ്ങിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഏതാണ്? കാറ്റുവീഴ്ച. അപ്പൊ ലോക നാളികേര ദിനം സെപ്റ്റംബർ 2-ആണ്. ദെൻ മലയൻ ഡോർഫ്, കൊച്ചിൻ ചൈന, ലക്ഷദ്വീപ് ഓർഡിനറി, ലക്ഷദ്വീപ് മൈക്രോ ഇതൊക്കെ പ്രധാനപ്പെട്ട തെങ്ങ് വിളകളാണ്. ദെൻ നാളികേര ജൈവ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുറ്റ്യാടിയിലാണ്. ദെൻ തെങ്ങിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഏതാണ്? കാറ്റുവീഴ്ച എന്ന് പറയുന്ന രോഗമാണ്. ദെൻ ചില പ്രധാനപ്പെട്ട സങ്കര ഇനം തെങ്ങുകളാണ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ എന്നിവയൊക്കെയാണ്. അതിൽ ചന്ദ്രലക്ഷ എന്ന് പറയുന്ന ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും ചേർന്നതാണ്. ദെൻ ചന്ദ്രശങ്കര എന്ന് പറയുന്ന ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും ചേർന്നതാണ്. ദെൻ ലക്ഷഗംഗ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാ ബോന്തവും ചേർന്നതാണ്. ഏത്? ചില സങ്കര ഇനം തെങ്ങുകൾ. അപ്പൊ ചന്ദ്രലക്ഷ എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപ് ഓർഡിനറി എന്ന് പറയുന്ന തെങ്ങിന്റെയും ചാവക്കാട് ഓറഞ്ചിന്റെയും ഗുണങ്ങൾ കാണിക്കും, ഒരുമിച്ചതാണ്. ദെൻ ചന്ദ്രശങ്കര ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും, ദെൻ ലക്ഷഗംഗ ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാ ബോന്തവുമാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ പ്രധാനപ്പെട്ട ചില സങ്കര ഇനം തെങ്ങുകളെയും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കശുമാവിനെ കുറിച്ചാണ്. അപ്പൊ ക്ലിയർ ആയല്ലേ? നമ്മൾ നെൽകൃഷിയും പറഞ്ഞു, ദെൻ അതിന്റെ കൂടെ നമ്മൾ ഏതും പറഞ്ഞു? തെങ്ങും പറഞ്ഞു. ദെൻ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണ്? കശുമാവ്. നമുക്കറിയാം, ഏതുറക്കത്ത് ചോദിച്ചാലും കശുമാവുമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുമാവ് തോട്ടങ്ങളുള്ള അല്ലെങ്കിൽ കശുമാവ് കൃഷിയുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുമാവ് തോട്ടങ്ങളുള്ള ജില്ല, കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കശുമാവ് തോട്ടങ്ങൾ ഉള്ളത്? പറയാൻ പറ്റുമോ? കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കശുമാവ് തോട്ടങ്ങൾ ഉള്ളത്? സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും ഉത്തരം വരുന്ന കണ്ണൂരായിരിക്കും. എന്നാൽ ആക്ച്വലി കണ്ണൂർ തെറ്റാണ്. അതിന്റെ ഫാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ കശുമാവ് തോട്ടങ്ങളുള്ള ജില്ല ചോദിച്ചാൽ കാസർഗോഡും, ഏറ്റവും കൂടുതൽ കശുമാവ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ചോദിച്ചാൽ കണ്ണൂരുമാണ്. തോട്ടങ്ങൾ ഉണ്ടായത് കൊണ്ട് കശുമാവിന്റെ ഉൽപാദനം കൂടണം എന്നില്ലല്ലോ. ഓക്കെ, അപ്പം പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം എന്നാണ് കശുമാവിനെ അറിയപ്പെടുന്നത്. ഓക്കെ, കശുമാവ് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം. ഓക്കെ, പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം എന്നാണ് ഏത് അറിയപ്പെടുന്നത്? കശുമാവ് അറിയപ്പെടുന്നത് പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം എന്നാണ്. കശുമാവിൻ തോട്ടങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് ഏതാണ്? കാസർഗോഡ്. ഞാൻ പറഞ്ഞില്ലേ കശുമാവിന്റെ തോട്ടങ്ങൾ. ഓക്കെ, കശുമാവിൻ തോട്ടങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയിലാണ് കശുമാവിൻ തോട്ടങ്ങൾ ഏറ്റവും കൂടുതലുള്ളത്. എന്നാൽ കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കണ്ണൂരാണ്. എന്നാൽ കശുവണ്ടി ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? പറഞ്ഞോ. അത് കൊല്ലം ജില്ലയിലാണ് അല്ലെ? കശുവണ്ടി ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ളത് കൊല്ലം ജില്ലയിലാണ്. അപ്പൊ മാറരുത് കേട്ടോ. കശുമാവിൻ തോട്ടങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് കാസർഗോഡ്, കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണൂർ, കശുവണ്ടി ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? കൊല്ലത്താണ്. ദെൻ കശുവണ്ടി ഉൽപാദനത്തിന് അനുയോജ്യമായ മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണാണ്. ഓക്കെ, ഏത് മണ്ണാണ് കശുവണ്ടി ഉൽപാദനത്തിന് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. അപ്പൊ പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം എന്നാണ് കശുവണ്ടി അറിയപ്പെടുന്നത്. കശുമാവിൻ തോട്ടങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് കാസർഗോഡ്. ദെൻ കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണൂർ ജില്ലയിലാണ്. കശുവണ്ടി ഉൽപാദനത്തിന് അനുയോജ്യമായ മണ്ണിനമാണ് ലാറ്ററൈറ്റ്. ദെൻ കശുവണ്ടി ഫാക്ടറികൾ ഏറ്റവും
കൂടുതലുള്ളത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് കശുവണ്ടി ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ളത്. ക്ലിയർ ആണല്ലോ കശുവണ്ടി? ഇത്രയേ ഉള്ളൂ ഇതിൽ നമുക്ക് പഠിക്കാൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നു റബ്ബർ. റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്ന് പറഞ്ഞേ, എന്തൊക്കെയാണ് റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഫാക്ടുകൾ? ഒന്ന് പറയാവോ? റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫാക്ടുകൾ എന്തൊക്കെയാണ്? ഓക്കെ അല്ലേ? കശുമാവ് വരെ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫാക്ടുകൾ എന്തൊക്കെയാ എന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് കേരളത്തിലെ ഒരു പ്രധാന നാണ്യവിളയാണ് റബ്ബർ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെങ്ങ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരളത്തിലെ ആകെ വിളകളുടെ ഉൽപാദനത്തിന്റെ 22%, 30% തെങ്ങും 22% റബ്ബറും ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ പ്രധാന നാണ്യവിളയാണ് ഏതാണ്? റബ്ബറാണ് കേരളത്തിലെ പ്രധാന നാണ്യവിള. കേരളത്തിലെ ആദ്യമായിട്ട് റബ്ബർ കൃഷി ആരംഭിച്ചത് മധ്യ തിരുവിതാംകൂറിലാണ്. ഓക്കെ, കേരളത്തിൽ ആദ്യമായിട്ട് റബ്ബർ കൃഷി ആരംഭിച്ചിട്ടുള്ളത് എവിടെയാണ്? മധ്യ തിരുവിതാംകൂറിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് റബ്ബർ കൃഷി ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിലെ മലഞ്ചെരുവുകളിലാണ് ഇന്ത്യയിൽ വ്യാവസായികമായി അല്ലെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിക്കുന്നത് കേട്ടോ. അപ്പൊ കേരളത്തിലെ മലഞ്ചെരുവുകളിലാണ് ഇന്ത്യയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത്. ദെൻ റബ്ബർ കൃഷിക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് 25°C കൂടിയ താപനില, 200 സെന്റിമീറ്ററിന് മുകളിലുള്ള മഴ എന്നിവയാണ്. ഓക്കെ, റബ്ബർ കൃഷിക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ. ഓക്കെ, റബ്ബർ കൃഷിക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് 25°C കൂടിയ താപനില, ദെൻ 200°C സെന്റിഗ്രേഡ് മീറ്ററിന് മുകളിലുള്ള മഴയുമാണ് ഇതിന് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണാണ്. ഓക്കെ, ഏത് മണ്ണാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്? ലാറ്ററൈറ്റ് മണ്ണാണ്. ദെൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ സ്വന്തം കേരളമാണ്. ഓക്കെ, ദെൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ എല്ലാവർക്കും അറിയാം കോട്ടയത്താണ്. അപ്പൊ ഏറ്റവും കുറവും കൂടെ ഓർത്തു വെക്കുക, എവിടെയാണ്? ആലപ്പുഴയാണ്. ഓക്കെ, ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും കുറവ് റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂപ്രകൃതിയാണ് ഇടനാട് ഭൂപ്രകൃതിയാണ്. നമുക്കറിയാം കേരളത്തിന്റെ ഭൂപ്രകൃതിയെ അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തെ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: മലനാട്, ഇടനാട്, തീരപ്രദേശം. അല്ലെ? അതിൽ ഇടനാടാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഭൂപ്രകൃതി. ഏതാണ്? ഇടനാടാണ്. അപ്പം റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ആലപ്പുഴയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത്. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂപ്രകൃതിയാണ് എവിടത്തേത്? ഇടനാട്ടിലേതാണ്. ഇതിന് ഏറ്റവും അനുയോജ്യമായ ഭൂപ്രകൃതിയായിട്ട് പറയുന്നത് ഏതിലെയാണ്? ഇടനാട്ടിലേതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇന്ന് നമ്മള് നെൽകൃഷി, ദെൻ തെങ്ങ്, കശുമാവ്, റബ്ബർ, ഇത്രയും ഒരു 4 ടോപ്പിക്കാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. See you.